നമസ്കാരം. നമസ്കാരം. ഇപ്പം CPM പ്രതിപക്ഷത്താണ്. പക്ഷേ അവർ ഭരണപക്ഷത്തിരിക്കുമ്പോൾ പോലും വല്ലാണ്ട് സപ്പോർട്ട് ചെയ്തു എന്ന് അവർ പറയുന്ന ഒന്നാണ് ഈ മുൻ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്. ഇപ്പം CBIയിലോട്ട് പ്രതിപക്ഷ നേതാവായി നിൽക്കുന്ന പിണറായി വിജയൻ്റെ പാർട്ടി, അതായത് CPM, അപ്പുറത്ത് നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ കോൺഗ്രസ്. രമേശ് ചെന്നിത്തല ഇത് CBIയിലോട്ട് വിട്ടു എന്നുള്ളത് രമേശ് ചെന്നിത്തലയും അതേപോലെ തന്നെ നിലവിലെ മുഖ്യമന്ത്രി VD സതീശനും ഔദ്യോഗികമായി പറയുമ്പോൾ CPMലെ പല നേതാക്കന്മാർ പറയുന്നത് അവർ CBIനെ അന്വേഷിക്കുന്നില്ല, പക്ഷേ അവർ ഈ പറയപ്പെട്ട പോലെ കുടുംബത്തോടു കൂടിയാണെന്ന് പറയുന്നു. അപ്പം ഇതിൽ എന്ത് ലോജിക്കാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റുക? അത് ഫവാസെ, അത് നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ ഈ മുൻ MLA ആയിരുന്ന രാജു എബ്രഹാമിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഞങ്ങളെന്നും ഈ ADM നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമായിരുന്നു. ADM നവീൻ ബാബുവിനെ നമുക്കറിയില്ല, കണ്ണൂരിൽ അദ്ദേഹം ADM ആയിരിക്കുമ്പോഴാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. ആ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും അതിലൊരു ഡിറ്റക്റ്റീവ് നോവലിൻ്റെ അല്ലെങ്കിൽ ഒരു ഹൊറർ സിനിമയുടെയൊക്കെ ഒരു പശ്ചാത്തലം നമുക്കതിൽ കാണാൻ സാധിക്കും. ഒരു ADM ആയിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നു. അവിടെ നിന്ന് യാത്രയായി പോകും. 6 മാസം കൂടി അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ട്. ആ സർവീസിൽ 6 മാസം കൂടിയുണ്ട്. അപ്പോൾ സ്വന്തം നാട്ടിലേക്ക് അവർക്ക് സ്ഥലമാറ്റം കൊടുക്കുന്നു, ട്രാൻസ്ഫർ കൊടുക്കുന്നു. അങ്ങനെ അവിടെ ഒരു യാത്രയയപ്പ് കൊടുക്കുമ്പോൾ ആ യാത്രയയപ്പിലേക്ക് അന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന PP ദിവ്യ, CPMൻ്റെ സാരി ഉടുത്ത നേതാവ് എന്ന് കണ്ണൂരിൽ അറിയപ്പെടുന്ന PP ദിവ്യ കയറി വരുന്നു. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് വരുന്നു. നവീൻ ബാബു അഴിമതിക്കാരനാണ്, സർക്കാർ ഉദ്യോഗസ്ഥർ അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ എല്ലാം തീരുമാനങ്ങൾ അറിയാമെന്ന് അവർ നവീൻ ബാബുവിൻ്റെ ആ യാത്രയപ്പ് ചടങ്ങിൽ വളരെ മോശമായി അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് കളക്ടർ അരുൺ വിജയ് ഇരിക്കുന്ന സ്റ്റേജിൽ സംസാരിക്കുന്നു. കളക്ടർ അരുൺ വിജയ് ആണ് PP ദിവ്യ വിളിച്ചു വരുത്തിയെന്ന് പിന്നീട് അവരുടെ ഫോൺ റെക്കോർഡ്സ് പരിശോധിച്ചപ്പോൾ മനസ്സിലായിരുന്നു. അപ്പോൾ കളക്ടർ പോലും ഇടപെട്ടില്ല. ഈ ഇങ്ങനെ ഒരു ADMനെ അധിക്ഷേപിക്കുന്നത് കളക്ടർ പോലും ഇടപെട്ടില്ല. ഈ നവീൻ ബാബുവിന് പുരസ്കാരം സമർപ്പിക്കുന്നത് കാണാൻ ഞാൻ ഈ ചടങ്ങിലിരിക്കുന്നില്ല, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് വളരെ ധാർഷ്ട്യത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയക്കാരൻ ഒരു പൊതുപ്രവർത്തകനും ചേരാത്ത രീതിയിൽ ചാടിത്തുള്ളി, അങ്ങനെ തന്നെ പറയട്ടെ, എൻ്റെ ഭാഷയിൽ ഏതെങ്കിലും തരത്തിൽ മോശമാണെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക, ചാടിത്തുള്ളി അവർ കുതിര പോണത് പോലെയാണ് അന്ന് പോയത്. അത്രത്തോളം ധാർഷ്ട്യം അവരുടെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. അവരിത് പറഞ്ഞു പോയതിൻ്റെ പിറ്റേ ദിവസം ADM നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിലാണ് നമ്മൾ കാണുന്നത്. തൂങ്ങി മരിച്ച നിലയിൽ എന്ന് പറയുമ്പോഴും അതിന് ചില അസ്വാഭാവികതയുണ്ടായിരുന്നു. കാരണം ഒരു മൊബൈൽ ചാർജറിൻ്റെ വണ്ണം മാത്രമുള്ള ഒരു വയറിലാണ് നവീൻ ബാബു തൂങ്ങി മരിച്ചതായി കാണപ്പെടുന്നത്. കണ്ടതാവട്ടെ ADM നവീൻ ബാബുവിൻ്റെ ഡ്രൈവറായിരുന്ന ഷംസുദ്ദീനാണ്. അപ്പോൾ ഈ യാത്രയപ്പ് ദിവസം നവീൻ ബാബു പത്തനംതിട്ടയിലേക്ക് സ്വന്തം വീട്ടിലേക്ക് വരും. രാത്രി ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പത്തനംതിട്ടയിൽ എത്തേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു. കാണാതെ ആയിപ്പോൾ കണ്ണൂർക്ക് വിളിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. ഷംസുദ്ദീൻ്റെ ഫോണിൽ വിളിക്കുന്നു. അങ്ങനെ ഡ്രൈവർ ഷംസുദ്ദീൻ ക്വാർട്ടേഴ്സിൽ ചെല്ലുമ്പോൾ അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. ഈ ചരിത്രം നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എങ്കിലും ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വന്നിട്ട് മാത്രം ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടുള്ളൂ, ഇൻക്വസ്റ്റ് നടത്താൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റൊക്കെ പൂർത്തിയാക്കുക, അതാണല്ലോ അതിൻ്റെ പ്രൊസീജിയർ. ഇതൊന്നും അംഗീകരിക്കാതെ അനുസരിക്കാതെ നവീൻ ബാബുവിൻ്റെ കുടുംബം എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി കണ്ണൂരിന് വെളിയിലുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ വെച്ചിട്ടായിരിക്കണം പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതെന്ന് അവർ കുടുംബം ആവശ്യപ്പെട്ടതിനെല്ലാം തിരസ്കരിച്ചുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ബോഡി കൊണ്ടുപോയി CPMൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിലുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. എന്നിട്ട് ആ മൃതദേഹത്തോടൊപ്പം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന അന്നത്തെ MP ജയരാജൻ ഉൾപ്പെടെയുള്ളവർ പത്തനംതിട്ടയിലേക്ക് അതിനെ അനുഗമിച്ചു വരുന്നു. മൃതദേഹം ഇടാപിടി എന്ന് ദഹിപ്പിക്കുന്നു, എല്ലാ തെളിവുകളും നശിപ്പിച്ചു എന്ന് ഉറപ്പുവാക്കി അവർ തിരിച്ചു പോകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ മരണത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും നല്ലത് മാത്രം പറയിപ്പിച്ച ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു. പിണറായി വിജയൻ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, നല്ല ഉദ്യോഗസ്ഥനാണ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലിക്കാരനായ ADM ആയ നവീൻ ബാബു എന്ന് പിണറായി വിജയൻ തന്നെ ആളുകളെ പ്രശംസിക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്ന, ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ വഴി ആരെയും പിണറായി വിജയൻ പ്രശംസിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ പിണറായി വിജയൻ പോലും പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കാണുമ്പോൾ അത് ദുരൂഹത തന്നെയാണ്. അവരുടെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടു. നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി
ആഭ്യന്തര വകുപ്പ് SIT രൂപീകരിച്ചു. SITയുടെ അന്വേഷണത്തിൽ കളക്ടർ അരുൺ വിജയ്, PP ദിവ്യ, പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു പ്രശാന്തൻ എന്ന് പറഞ്ഞൊരാൾ പെട്രോൾ ബങ്ക് തുടങ്ങുന്നതിന് വേണ്ടി നവീൻ ബാബുവിന് NOCക്ക് വേണ്ടി സമീപിച്ചിട്ടുണ്ടായിരുന്നു. അയാളിൽ നിന്ന് കൈക്കൂലി മേടിച്ചു നവീൻ ബാബു എന്നൊക്കെയാണ് ദിവ്യ പറഞ്ഞിരുന്നത്. അയാളും ഈ നവീൻ ബാബുവായിട്ട് സംസാരിച്ച ഫോൺ സംഭാഷണം, കളക്ടർ അരുൺ വിജയൻ എന്ന് പറഞ്ഞ ആ കളക്ടറുമായി സംസാരിച്ച ഫോൺ റെക്കോർഡ്സ്, PP ദിവ്യയുടെ ഫോൺ റെക്കോർഡ്സ്, ഇതൊന്നും അന്വേഷണ സംഘം ഹാജരാക്കിയിട്ടില്ല. നവീൻ ബാബു തൂങ്ങി മരിച്ചു എന്ന് പറയുന്ന പരിസര പ്രദേശത്തുള്ള ക്വാർട്ടേഴ്സിൻ്റെ പരിസര പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളില്ല, റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളില്ല. ഇങ്ങനെ ഈ മരണവുമായി ബന്ധപ്പെടുത്തി തെളിവുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്നും തന്നെ SIT കണ്ടെത്തിയിട്ടില്ല, കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. PP ദിവ്യയ്ക്ക് മാത്രം പ്രേരണാ കുറ്റം ചുമത്തി അവസാനം ജനങ്ങളുടെ ഒരു പ്രതിഷേധത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി അവർ 15 ദിവസം ഒളിവിൽ പോയി. 15 ദിവസം ഒളിവിൽ പോയപ്പോൾ ജനങ്ങൾ വല്ലാണ്ട് പ്രതിഷേധിച്ച് കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ പോലീസ് വകുപ്പ് പോയി അവർ നിൽക്കുന്ന സ്ഥലത്ത് പോയി പിടിച്ചിട്ട് വന്ന് 15 ദിവസം ജയിലിലാക്കി എന്ന് മാത്രമാണ് കേസിൽ ഉണ്ടായത്. ഇതിൽ കൃത്യമായ ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ട്. ഇത് മർഡർ തന്നെയാണെന്ന് കേരളത്തിൻ്റെ പൊതുബോധം ഇപ്പോഴും വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടു. അതിന് ശുപാർശ ചെയ്യണമെന്ന് സർക്കാരിനോട് പിണറായി വിജയൻ്റെ കാല് പിടിക്കുന്നത് പോലെ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും കുടുംബം പറഞ്ഞു. നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബു അഭിഭാഷകൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞിട്ട് ഇവർ ചെവിക്കൊള്ളുന്നില്ല. SIT അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ കുടുംബം CPM കുടുംബമാണ്. CPM കുടുംബമാണ്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൽ CPMൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പറൊക്കെ ഉണ്ട്. അവരുടെ അച്ഛനും അമ്മയൊക്കെ വലിയ അമ്മയാണ് എന്ന് എൻ്റെ ഓർമ്മ. നവീൻ ബാബുവിൻ്റെ അമ്മ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു CPMൻ്റെ. ആ ഒരു കുടുംബത്തോടാണ് ഇവരിങ്ങനെ കാണിക്കുന്നത്. എന്നിട്ട് അന്നും പറഞ്ഞു ഈ MP ഗോവിന്ദൻ അടക്കമുള്ള സംസ്ഥാന സെക്രട്ടറി ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ്, നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആ കുടുംബം ഒരു ആവശ്യം ഉന്നയിക്കുന്നു, ഈ മരണത്തിൽ ദുരൂഹതകൾ ഒഴിക്കുന്നതിന് വേണ്ടി തീർച്ചയായും CBI അന്വേഷണം വേണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും അറിയാമല്ലോ എന്താണ് സംഭവിച്ചത്, അദ്ദേഹം എന്തിനാണ് മരിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. കുടുംബം പറയുന്നത് 2 പെൺകുട്ടികളാണ്, അദ്ദേഹത്തിൻ്റെ 2 പ്രായപൂർത്തിയായ കുട്ടികൾ. അപ്പോൾ 2 പെൺമക്കൾക്ക് അച്ഛനില്ലാതെയായി, ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയ്ക്ക് ഭർത്താവില്ലാതെയായി, ഒരു കുടുംബത്തിന് കുടുംബനാഥനില്ലായി. ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഒരു CPM കുടുംബത്തിന് പോലും നീതി നടപ്പാക്കാൻ വേണ്ടി, നീതി കൊടുക്കാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ തയ്യാറായില്ല എന്ന് തന്നെയല്ല, തലശ്ശേരി സെഷൻസ് കോടതി ഉൾപ്പെടെ സുപ്രീം കോടതി വരെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം നൽകിയ ഹർജിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി SIT അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയാണ് സർക്കാർ ചെയ്തത്. മാത്രമല്ല ഹൈക്കോടതിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം വെച്ച അഭിഭാഷകനെ സ്വാധീനിച്ച് നവീൻ ബാബുവിൻ്റെ കുടുംബം ഉന്നയിക്കാൻ പറയാത്ത പ്രശ്നങ്ങൾ പോലും ആ അഭിഭാഷകൻ പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി കോടതിയിൽ ഉന്നയിച്ചു. പിന്നീടാണ് ആ അഭിഭാഷകനെ മാറ്റുന്നതെല്ലാം ഉണ്ടായത്. അപ്പോൾ ഈ സുപ്രീം കോടതി അടക്കം SIT അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു CBI അന്വേഷണത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ സർക്കാർ പിന്നെ എങ്ങനെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങളെന്ന് പറയുന്നത്? PP ദിവ്യ അടക്കമുള്ള ആളുകൾ ഈ മരണത്തിൽ അവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, അവരിതിൻ്റെ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട് ഒരേ ഒരു പ്രതിയായി ചിത്രീകരിക്കപ്പെടുമ്പോഴും തീർച്ചയായും അന്ന് കണ്ണൂരിലും ചെങ്ങളായിലും പോലുള്ള കണ്ണൂർ ചെങ്ങളായി പരിസര പ്രദേശങ്ങളിൽ ഈ കൂണുകൾ മുളയ്ക്കുന്നത് പോലെ പെട്രോൾ ബങ്കുകൾ തുടങ്ങുകയുണ്ടായി. അപ്പോൾ ഈ പെട്രോൾ ബങ്കുകളൊക്കെ തുടങ്ങുന്നത് NOCക്ക് അപേക്ഷിക്കുമ്പോൾ തീർത്തും അപരിചിതരായ ആളുകളൊക്കെ തന്നെയാണ്. ആരെങ്കിലും CPMൻ്റെ ബിനാമികളായിട്ട് രംഗത്ത് നിർത്തും. അതിലൊരു ബിനാമിയായിരുന്നു ഈ പ്രശാന്തൻ എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ജോലിക്കാരൻ. അയാളാണ് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തത് എന്ന് PP ദിവ്യ പറയുന്നത്. ഇപ്പോൾ അന്ന് NOCക്ക് വേണ്ടി സമർപ്പിച്ചിരുന്ന ഈ റെക്കോർഡ്സിലെല്ലാം പാർട്ട്ണർഷിപ്പ് ഡീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇപ്പോൾ റവന്യൂ വകുപ്പിൽ നിന്ന് കാണാതായി. ആ പാർട്ട്ണർഷിപ്പ് ഡീഡിലുണ്ടായിരുന്നത് ആരാണ് പാർട്ട്ണർ എന്നുള്ളത്, അതായത് പ്രശാന്തിൻ്റെ പാർട്ട്ണർ ആരാണെന്നുള്ളത് ആ ഡീഡിൽ വ്യക്തമാക്കിയിട്ടായിരുന്നു. ആ ഡീഡ് ഇപ്പോൾ കാണുന്നില്ല. അത് PP ദിവ്യയുടെ ബിനാമിയോ അല്ലെങ്കിൽ PP ദിവ്യ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല, അങ്ങനെയാണ് പറയുന്നത്. അതിലുപരി കണ്ണൂരിലും വയനാടിലും അവിടെ ഈ TTK ദേവസ്വം, അത് ഈ തൃപ്രങ്ങോട്ട് ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട് ആ ദേവസ്വത്തിൻ്റെ കീഴിൽ ഏക്കർ കണക്കിന് ഭൂമികളുണ്ട്. അവിടെ വയനാടിലും
ഈ കണ്ണൂരിലുമായിട്ട് ഏതാണ്ട് 5000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടന്നിട്ടുണ്ടായിരുന്നു. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥനായ നവീൻ ബാബുവിന് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പിന്നീട് ഈ കുറ്റാന്വേഷണ മാധ്യമ പ്രവർത്തകരൊക്കെ നടത്തിയ ആ ഒരു മാധ്യമ പ്രവർത്തനത്തിലൂടെ മനസ്സിലായത്. അപ്പോൾ ഇത്തരം വിവരങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ അറിയാമല്ലോ 5000 കോടി രൂപയുടെ ഇടപാട് നടക്കണമെന്നുണ്ടെങ്കിൽ കണ്ണൂരിൽ ഒരു ഈച്ച ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അവിടെ CPM-കാർ വിചാരിക്കണം, അല്ലെങ്കിൽ CPM അറിയാതെ ഒന്നും നടക്കില്ല. അപ്പോൾ കണ്ണൂർ ലോബി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഈ താല്പര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന ഇടപാടുകൾ പുറത്തറിയുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ADM നവീൻ ബാബുവിനെ കണ്ണൂരിന് വെളിയിലേക്ക് വിടാതിരുന്നത് എന്നൊരു ഭാഷ്യം കൂടിയുണ്ട്. ഇതിന് സ്ഥിരീകരണം വന്നിട്ടില്ല. ആ സ്ഥിരീകരണം ഉണ്ടാവണമെങ്കിൽ CBI പോലുള്ള അന്വേഷണങ്ങൾ വരണം. അതാണ് CPM തടസ്സപ്പെടുത്തുന്നത്. ആ തടസ്സപ്പെടുത്തിയ CPM-ൻ്റെ MLA ആയിരുന്ന രാജു എബ്രഹാമാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ്. അത് പറയാൻ കാരണം ഇപ്പോൾ CBI അന്വേഷണം വന്നപ്പോഴാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിന് അത്ര സുതാര്യത ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ CBI അന്വേഷണം പ്രഖ്യാപിക്കാമായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞേനെ. ആ അന്വേഷണം CBI അന്ന് അവർ അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിലും CBIക്ക് ഒരുപാട് കേസുകളുണ്ട്, തിരക്കുകളുണ്ട്, ഒരുപാട് കേസുകൾ പെൻഡിങ്ങിലുണ്ടെങ്കിലും CBIക്കും ഈ കേസുകൾ ഏറ്റെടുക്കുന്നതിന് താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അതുപോലും തടസ്സപ്പെടുത്തി പിണറായി വിജയൻ, അല്ലെങ്കിൽ പിണറായി വിജയൻ ആഭ്യന്തര മന്ത്രിയായിരുന്നപ്പോൾ അത്തരം കാര്യങ്ങളാണ് ആ കുടുംബത്തോട് കാണിച്ചതെന്ന് പറയുമ്പോൾ MP ഗോവിന്ദനും MP ജയരാജനും അടക്കമുള്ള ആളുകൾ, PP ദിവ്യ അടക്കമുള്ള CPM കുടുംബത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് കാണിച്ചത് കൊലച്ചതി തന്നെയാണ്, നീതികേട് തന്നെയാണ്. ആ നീതികേടിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പോൾ രാജു എബ്രഹാം അടക്കമുള്ള CPM പ്രവർത്തകരെ ഇറക്കി തെരുവിൽ ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജനങ്ങൾ പൊട്ടന്മാരല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. കേരളത്തിൻ്റെ പൊതുബോധം ഇപ്പോഴും വിശ്വസിക്കുന്നു, അവരിപ്പോഴും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ആളുകളാണ്. നവീൻ ബാബു ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്തതല്ല, അദ്ദേഹത്തെ ഏതോ രീതിയിൽ അദ്ദേഹത്തെ പെടുത്തിയതാണ്, അദ്ദേഹം കൊല്ലപ്പെട്ടതാണ് എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് കൃത്യമായി നമുക്ക് ഊന്നി പറയാൻ സാധിക്കില്ല. എങ്കിലും കേരളത്തിൻ്റെ പൊതുബോധം ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പലപ്പോഴും പല മാധ്യമങ്ങളിലും പല കമൻറ്റുകളിലുമൊക്കെ നമ്മുടെ തന്നെ കമൻറ്റ് ബോക്സുകളിലൊക്കെ ഇത്തരം ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. പല മാധ്യമങ്ങളിലും അത് തന്നെയാണ് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, ADM നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് CBI പോലുള്ള കുറ്റമറ്റൊരു അന്വേഷണ ഏജൻസി വരണം. CBI കൂട്ടിലടച്ച തത്തയാണ് എന്നൊരു വേള സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഉള്ള ഒരു മുടന്തൻ ന്യായം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ CPM അതിനെ എതിർക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ വളരെ ബാലിശമായ ചില പ്രസ്താവനകളാണ് എന്നുള്ളത് മാത്രമേ അതേക്കുറിച്ച് പറയാനുള്ളൂ. എന്തായാലും VD സതീശൻ അധികാരത്തിൽ വന്നപ്പോൾ എടുത്ത നല്ല തീരുമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം എന്നുള്ളത്. അത് തീർച്ചയായും കുറ്റമറ്റ രീതിയിൽ അന്വേഷിക്കപ്പെടട്ടെ. അന്വേഷണത്തിനൊടുവിൽ യഥാർത്ഥ കുറ്റവാളികൾ പുറത്തു വരട്ടെ. അങ്ങനെ നവീൻ ബാബുവിൻ്റേത് ഒരു സ്വാഭാവിക മരണമല്ല, ആത്മഹത്യയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പുറകിൽ പ്രവർത്തിച്ച ആളുകളെ കണ്ടെത്തട്ടെ, മാതൃകാപരമായി ശിക്ഷിക്കട്ടെ. തീർച്ചയായും ആ കുടുംബത്തിന് നീതി കിട്ടട്ടെ എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും.